കർണാടകയിലെ അങ്കോലയിൽ മലയിടിഞ്ഞ് കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനെ 4ാം ദിവസവും കണ്ടെത്താനായില്ല. നാളെ രാവിലെ കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനാണ് തീരുമാനം. സംഭവസ്ഥലത്ത് നിന്ന് ഷഫീഖ് നസ്രുള്ള ചേരുന്നുണ്ട്. ഷഫീഖ്, എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? അങ്കോളയ്ക്ക് സമീപം ദേശീയപാതയിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്താണ് ഞാനുള്ളത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശമാണ് ദേശീയപാത. ഇവിടെ വലിയ ഒരു കുന്ന് അങ്ങനെ തന്നെ ദേശീയപാതയിലേക്ക് മറിഞ്ഞു വന്നിരിക്കുകയാണ്. 100 മീറ്ററിലധികം ദൂരമാണ് ഇങ്ങനെ പൂർണ്ണമായും ഈ കുന്നിടിഞ്ഞ് വീണത്. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾക്ക് മുകളിൽ ഈ മണ്ണ് വീണിട്ടുണ്ടാവാം എന്ന ഒരു സംശയമുണ്ട്. ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്ത് അവിടെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ അകത്ത് കുടുങ്ങിയിട്ടുണ്ടോ എന്നതടക്കമുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഗംഗാവാലി നദിയിൽ ഇവിടെ നിന്ന് ഒലിച്ചുപോയ മണ്ണ് വലിയ ഒരു മണൽ തട്ട തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. അതിനകത്തും വാഹനങ്ങളുണ്ടോ എന്നതടക്കമുള്ള പരിശോധനകൾ നടക്കുന്നു. നേവിയുടെയും ഒക്കെ സഹായത്തിൽ ഈ ലോറി ഈ നദിയിൽ ഉണ്ടോ എന്നത് സംബന്ധിച്ച് ഇന്ന് പരിശോധന നടത്തിയിരുന്നു. നാളെയും കൂടുതൽ പരിശോധന ഉണ്ടാവും എന്നാണ് ജില്ലാ പോലീസ് മേധാവി അല്പസമയം മുൻപ് മീഡിയ വണ്ണിനോട് പറഞ്ഞത്. ഈ ഭാഗത്ത് JCB ഉപയോഗിച്ച് മണൽ നീക്കം ചെയ്യുന്നു. അതോടൊപ്പം ഈ മണൽ നീക്കം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിനകത്ത് വാഹനങ്ങളുണ്ടോ എന്നതടക്കം പരിശോധിക്കുന്നത് മെറ്റൽ ഡിറ്റക്ടർ അടക്കം ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത്. വലിയ ഒരു രക്ഷാപ്രവർത്തനം ഈ സമയത്ത് ഇവിടെ നടക്കുന്നു. കൂടുതൽ വാഹനങ്ങൾ ഇതിനകത്ത് ഉണ്ടാവാം എന്നൊരു സംശയം, ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ഇപ്പോൾ 7 പേരുടെ മൃതദേഹമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. കൂടുതൽ പേർ ഇതിൽ കുടുങ്ങിയിട്ടുണ്ടാവും എന്നൊരു ആശങ്കയുണ്ട്. കൂടുതൽ ആളുകൾ മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള മുഴുവൻ ആളുകളെക്കുറിച്ചുമുള്ള ഒരു പരിശോധന ഇവിടെ നടക്കുന്നു. ഇന്ന് രാത്രി പൂർണ്ണമായും ഇങ്ങനെ ലൈറ്റ് സ്ഥാപിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കുന്നു. നാളെയും കൂടുതൽ ഈ പ്രവർത്തകരെ എത്തിച്ച് പരിശോധന നടത്താനാണ് ശ്രമിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ മുഴുവൻ സ്ഥലങ്ങളിലും മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ട് മണൽ കൂനക്കകത്ത് വാഹനങ്ങൾ കിടപ്പുണ്ടോ എന്നതടക്കമുള്ള പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഷഫീഖ് നസ്രുള്ളയാണ് അങ്കോലയിൽ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകിയത്. അർജുൻ സുരക്ഷിതമായി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. ഇന്നലെയും ഇന്നും അർജുന്റെ ഫോൺ റിംഗ് ചെയ്തിരുന്നുവെന്ന് അർജുന്റെ ഭാര്യ മീഡിയ വണ്ണിനോട് പറഞ്ഞു. എന്നാൽ രക്ഷാപ്രവർത്തനം മന്ദഗതിയിൽ തുടരുന്നതിനാൽ അർജുന്റെ കുടുംബം ആശങ്കയിലാണ്. രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിന്റെ സഹായം തേടണമെന്ന് അർജുന്റെ സഹോദരി ആവശ്യപ്പെട്ടു. ഇന്നലെ രാവിലെ 11 മണിക്കും ഇന്ന് രാവിലെയും അർജുന്റെ ഫോൺ റിംഗ് ചെയ്തതാണ് കുടുംബത്തിന് പ്രതീക്ഷ നൽകുന്നത്. ഇന്നലെ ഞാൻ വിളിച്ചപ്പോഴും ഫോൺ റിംഗ് ചെയ്തിരുന്നു, ഒരു 11 മണി സമയത്ത്. അപ്പോൾ ഞാൻ അതുവരെ പറഞ്ഞിട്ട് അവരാരും വിശ്വസിക്കുന്നില്ല. ഇത്രയും എല്ലാവരും വിളിക്കുമ്പോഴും സ്വിച്ച് ഓഫ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ വിളിച്ചപ്പോഴും ഞങ്ങൾ കസിൻ ബ്രദർ വിളിച്ചിരുന്നു രാവിലെ. അപ്പോഴും ഫോൺ ഫുൾ റിംഗ് അടിച്ചിട്ട് പിന്നെ സ്വിച്ച് ഓഫ് ആയി കാണിക്കുന്നത്. അപ്പോൾ റേഞ്ച് ഇങ്ങനെ വരുമ്പോൾ റിംഗ് ചെയ്യുന്നതായിരിക്കും. എന്നാൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കൽ മാത്രമാണ് നടക്കുന്നതെന്നും രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിന്റെ സഹായം തേടണമെന്നും അർജുന്റെ സഹോദരി പറഞ്ഞു. സാധാ ഒരു 1-2 റെസ്ക്യൂ ടീമിനെ വെച്ചിട്ട് അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ സൈന്യമോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വന്നാൽ അതിൻ്റെ അടിയിൽ 1-2 വണ്ടിയല്ല, ഒരുപാട് ട്രക്കുകളൊക്കെ അതിൻ്റെ അടിയിൽ പെട്ടിട്ടുണ്ട്. ഒരുപാട് ജീവനുകൾ ഇപ്പോഴും അതിൻ്റെ അടിയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപകടം നടന്ന കർണാടകയിലെ ഷിരൂർ ഗോകർണിയിൽ അർജുന്റെ ബന്ധുക്കൾ എത്തിയിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നുൾപ്പെടെ അനുകൂലമായ സമീപനമില്ലെന്നാണ് കുടുംബത്തിന് ലഭിക്കുന്ന വിവരം. കോഴിക്കോട് MP MK രാഘവനും തോട്ടത്തിൽ രവീന്ദ്രൻ MLAയും കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിലെത്തി ബന്ധുക്കളുമായി സംസാരിച്ചു. ഫോഴ്സ് വന്നാൽ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാം. ഇതുവരെ അവിടെ ഒന്നും വന്നിട്ടില്ല. മീഡിയ 1 കോഴിക്കോട്.